ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് കേരളപ്പിറവി അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ കേരളപ്പിറവിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കാർഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു തൂണിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. പിന്നെ തൂണിൽ നമ്മൾ തുഴയാൻ ഉപയോഗിക്കുന്ന തുഴയുണ്ടല്ലോ, അതും വരച്ചു കൊടുക്കാം. ഞാനിവിടെ തുഴ ഒരു 3 എണ്ണമാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തോട്ട് മാറ്റാം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്, പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്രൗൺ കളറ് ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അത് നമ്മൾ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചുരുട്ടിയെടുക്കുമല്ലോ, അങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതും മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഒരു ഇലയുടെയൊക്കെ ഷേപ്പിൽ നമുക്ക് കട്ട് എടുത്തിട്ട് എടുക്കാം. എന്നിട്ട് അതിനെ നമ്മൾ ഒരു ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഈ ഓലയുണ്ടല്ലോ, തെങ്ങിൻ്റെ ഓല, അതിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അങ്ങനെ ഞാൻ ഒരു 4 ഇലകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ തെങ്ങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇലകൾ. അങ്ങനെ 4 ഇലകളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് ഞാൻ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യെല്ലോ കളർ പേപ്പർ. അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്തത് ഒട്ടിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മുടെ തോണി ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ 3 തുഴകൾ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ പേപ്പർ ഒന്ന് ചുരുട്ടി വെച്ചില്ലേ, അതാണ് നമ്മുടെ തെങ്ങിൻ്റെ മരം. ആ തെങ്ങ് നമ്മൾ വെച്ച് കൊടുക്കാം. പിന്നെ തെങ്ങിന് നമ്മൾ ലീഫും വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ തേങ്ങയായിട്ട് വെച്ച് കൊടുക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ കളറുമുള്ള പേപ്പർ ചുരുട്ടി കൊണ്ടാണ് ഞാൻ തേങ്ങയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 തേങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 2-3 കാക്കിനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേരളപ്പിറവിയായിട്ട് ബന്ധപ്പെട്ട കാർഡ്. ഉള്ളിൽ നമുക്ക് ആശംസകളൊക്കെ എഴുതി വെക്കാം. അപ്പോൾ എൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.